ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 28 ദിവസത്തെ മാജിക് ചലഞ്ചിന്റെ ഡേ 8 പ്രാക്ടീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ദ മാജിക് ഇൻഗ്രീഡിയൻറ്റ് എന്നാണ് അതിന്റെ പേര്. ഡേ 8 ഫോക്കസ് ചെയ്യുന്നത് ഭക്ഷണത്തിനോടും നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളോടും ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ബേസിക് സിമ്പിൾ കാര്യങ്ങളോട് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ പ്രാക്ടീസ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടും വെള്ളത്തിനോടും ഗ്രേറ്റ്ഫുൾ ആയാൽ നമ്മുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കാൻ അത് കാരണമാകും. സോ ഇന്നത്തെ പ്രാക്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ഡേ 1 മുതൽ 3 വരെയുള്ള പ്രാക്ടീസസ് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിലോട്ട് പോവാം. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും അതിന് മനസ്സറിഞ്ഞ് നന്ദി പറയുക. നമ്മുടെ മുന്നിലുള്ള ഭക്ഷണം വിത്ത് വിതച്ചത് മുതൽ ഭക്ഷണം തയ്യാറാക്കിയത് വരെയുള്ള കാര്യങ്ങളെപ്പറ്റി നന്ദിപൂർവ്വം ചിന്തിക്കുക. മനസ്സറിഞ്ഞ് അതിനൊക്കെ നന്ദി പറയുക. ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും അതിൽ പോസിറ്റീവ് എനർജിയും ആരോഗ്യം നൽകുന്ന ഘടകങ്ങളും നിറഞ്ഞിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് അതിന് നന്ദി പറയുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പോഷകസമൃദ്ധമായതും എൻ്റെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതുമായ ഭക്ഷണം നൽകി അനുഗ്രഹിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് പറയാം. ഇതൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്ദി പറയാം. അതിനുശേഷം നിങ്ങളുടെ ജേണലിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിനും വെള്ളത്തിനും എല്ലാം നന്ദിയുണ്ടാക്കുന്ന 10 കാര്യങ്ങൾ എഴുതുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി അനുഗ്രഹിച്ചതിന് നന്ദി എന്നൊക്കെ പറയാം. അങ്ങനെ എന്തെങ്കിലും 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മാന്ത്രികക്കല്ല് കയ്യിലെടുത്ത് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും മികച്ച അനുഭവത്തിന് മനസ്സറിഞ്ഞ് നന്ദി പറയുക. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ, TV പോലുള്ള ഡിസ്ട്രാക്റ്റിംഗ് ഫാക്ടേഴ്സ് ഒഴിവാക്കുക. പിന്നെ 2. ദിവസവും ഭക്ഷണത്തിനും വെള്ളത്തിനും നന്ദി പറയുന്നത് നിങ്ങളുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. ഈ പ്രാക്ടീസ് നിങ്ങളുടെ ദൈനംദിന അനുഭവങ്ങളിൽ ചെറിയ കാര്യങ്ങൾ വരെ മഹത്തായി കാണാനും നന്ദിയുള്ള മനോഭാവത്തിലൂടെ ജീവിതത്തിൽ സമൃദ്ധി സൃഷ്ടിക്കാനും സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.